ഇവന്റേത് ഇതായിരുന്നു. എനിക്കറിയാം. ഇന്ത്യൻ ആണോ? അതെ. ഇച്ചിരി ടഫാണല്ലേ നിന്റെ മൂഞ്ചിടാ. ഞാൻ പറഞ്ഞേ എനിക്ക് തോന്നല്ല മെസ്സി പറയാത്ത നീ എന്തായാലും ഇത് പറയൂ. എനിക്ക് ഏറ്റവും ടഫ് സാധനമാണ്. നീ ഇച്ചിരി കൊന്നാനെ. ആ സാധനം കിട്ടിയ പെട്ടെന്ന് ഗസ് ചെയ്യാം. ഇല്ലില്ല അവൻ മേലെ ആപ്പിളിന്റെ പറയാൻ പോകത്തുള്ളൂ. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. IT റിലേറ്റഡ് ഫീൽഡ് അല്ല. ദാത്ത് വെച്ചോളൂ. അറിയോ? ഞങ്ങറിയാം. സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ. ഒരു ഫിലിം ഫീൽഡായിട്ട് ബന്ധമുള്ള. അതെ. എടാ എന്റെ ചോദ്യം ഇന്ത്യക്കാരനാണോ? അതെ ഇന്ത്യനാണോ? ആണോ? ഇന്ത്യനാണ്. അതെ ഇന്ത്യനാണ്. ഓക്കെ. ഇന്ത്യനാണ്. ഇന്ത്യനല്ലേ? ഇന്ത്യൻ ഒറിജിൻ ആണ്. ജനിച്ചത് പാരന്റ്സ് ഇന്ത്യൻ ആയിരിക്കും. സിനിമാ നടനാണോ? അതായത് ഒരു മെയിൽ ആക്ടർ, സിനിമാ നടൻ. ഇന്ത്യൻ ആണോ? എന്റെ ഒരു സിനിമാ നടനാണ്. അതെ സിനിമ. അതെ ഏതെങ്കിലും സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ പ്രധാന കഥാപാത്രം അല്ല. പൊളിറ്റിക്സ് ആണോ? അല്ല. ഞാനാ അല്ല. നീ നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ഏതെങ്കിലും സിംഗറോ ഡാൻസറോ? അല്ല. ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. അല്ല ഫിലിം ഫീൽഡിലാണോ ചോദിച്ചാൽ അഭിനയിച്ചെന്ന് പറയുമ്പോ എനിക്ക് അത്രയും ഷോർട്ടായി. നിനക്കൊരു ക്ലൂ കിട്ടി. നിനക്കൊരു ക്ലൂ അവള് തന്നു. സിനിമയിലാണോ? അല്ല. അല്ല. മലയാളത്തിലെ പ്രമുഖ നടന്മാരിലാണ്. അതെ. അത്യാവശ്യം. ടയർ 3. ഞാൻ ചോദിക്കായിരുന്നു. സിംഗറാണോ? അതെ. ലീഡ് റോൾ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ലീഡ് BJP, കോൺഗ്രസ്, LDF, LJP. റീൽസ് വഴി ഫേമസ് ആയ വ്യക്തിയാണോ? അതെ. അല്ല റീൽസ് വഴി അല്ലല്ലോ. റീൽസ് വഴി അല്ല. റീൽസ് വഴിയും ഫേമസ് ആയിട്ടുണ്ട്. റീൽസ് വഴി അല്ല മെയിൻ ആയിട്ട് ഫേമസ് ആയി. പുള്ളി അങ്ങനെയല്ല. പുള്ളി വേറൊരു വഴിയാണ് ഫേമസ് ആയത്. ഫേമസ് ആയിട്ട് പിന്നെ പുള്ളി റീൽസ് വഴി അങ്ങനെ. നീ മൊത്തം കഥ ഒന്ന് ചോദിച്ചാൽ സ്പോർട്സ് ആണോ? അല്ല. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഇന്ത്യനാണോ? അല്ല. അതല്ല നേരത്തെ ചോദിച്ചു. അല്ല. ഇന്ത്യൻ അല്ല. സ്കൂൾ കാലങ്ങളിലേക്ക് പോടാ. സ്കൂളിലും സ്കൂൾ കാലങ്ങളിലേക്ക് പോടാ. അടുത്ത ഞാൻ അല്ലെങ്കിലും അവന് കിട്ടാൻ പോണില്ല. പിന്നെ എന്താ? ഒരു മലയാളം ലീഡ് ആക്ടറാണോ? അല്ല. സ്പോർട്സും അല്ല, ഇതും അല്ല, മൂന്നും അല്ല. ഒരു കാറ്റഗറി ഉണ്ട്. ഒരു അറിവുണ്ടോ? ഒന്നല്ല, കുറെ ഉണ്ട്. ചോദിക്കാത്ത മെയിൻ ആയിട്ട് നോക്കുന്നുണ്ട്. നീ ഒന്ന് മാറി ചിന്തിക്കും. പുള്ളി എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ കത്തി നിൽക്കുന്ന നടന്മാരിൽ ഒരാളാണ്. കുറച്ചൊക്കെ കത്തുന്നു. അത്യാവശ്യം കത്തുന്നു. അതൊരു യെസ് ആണോ? മലയാളിയാണോ? ഇതേ ഒരു ഭാവമുണ്ട് പുള്ളി. എനിക്ക് ഫീമെയിൽ എസ് അല്ലേ പറഞ്ഞത്?
എന്തിനൊക്കെ ചോദിക്കേ? റീസെന്റ് ഭയങ്കര ഫേമസ് ആയ ആളാണോ? അതെ ഏറെക്കുറെ. അതെ അല്ല. ഫിലിം ഫീൽഡ് ആണോ? അതെ. നിന്റെ എന്തായിരുന്നു ഞാൻ ഓക്കെ മരിച്ചോ? മരിച്ചു. അല്ലെങ്കിൽ നീ മരിക്കുന്നു. മരിച്ചോ? ഇന്ത്യനല്ല. ഇൻസ്റ്റഗ്രാമില് ആക്റ്റീവ് ആണോ പുള്ളി? ഫീമെയിൽ ആണോ? ആണല്ലേ. ഇതാ നീയല്ലേ എനിക്ക് തന്നെ? ശ്രേയ ഘോഷാലാണോ? അല്ല. തിരിച്ചു വാങ്ങില്ല. ഇവനെന്തായാലും ചോദിച്ചത്? ഇവൻ ഇൻസ്റ്റാഗ്രാമില് ആക്റ്റീവ് ആണോ? ആണോ? എനിക്കറിയത്തില്ല. അത്ര ആക്റ്റീവ് അല്ല, എന്നാലും പോസ്റ്റ് ഇടാറുണ്ട്. നീ അത് ചോദിച്ചില്ല. നീ ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ യൂട്യൂബർ അല്ലാന്നല്ലേ പറഞ്ഞത്? യൂട്യൂബർ അല്ല. യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളല്ല. ചോദിച്ചില്ല. ഉത്തരങ്ങളൊക്കെ നീ ഓർത്തിരിക്കണം. ഞാൻ ചോദിച്ചോ അത്? എനിക്കറിയില്ല. അല്ല ഉത്തരം വേണ്ട, ഞാൻ അത് ചോദിച്ചു. അല്ല, എനിക്കൊന്നും ഉറപ്പ്. അതാ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. നീ ചോദിച്ചു എന്നത്. എന്താ നീ ചോദിച്ചേ? നീ ചോദിച്ചിട്ടില്ല അത്. ഇല്ല യൂട്യൂബിൽ സ്വന്തമായിട്ട് ഇല്ല ഇല്ല നീ ചോദിച്ചിട്ടില്ല. ഇന്ത്യൻ ആണോ എന്നല്ല ചോദിച്ചത്. ഇന്ത്യനാണോ ചോദിച്ചിട്ടുള്ളത്? റീൽസ് വഴി സിനിമയിൽ വന്ന ആളാണ്. റീൽസ് പറയാൻ പറ്റില്ല. ഒരു രീതി. ആ അതെ. അങ്ങനെ ഒരു കൃത്യമായിട്ട് യെസ് പറയാൻ പറ്റില്ല. എന്നാലും അതെ യെസ്. എന്നാലും അതെ. യെസ് കൈൻഡ് ഓഫ് യെസ്. സ്പെസിഫിക്കലി റീൽസ് അല്ല. റീൽസ് പറഞ്ഞ സാധനമല്ല. ഇവനെ കൊല്ലും കേട്ടോ. സ്വന്തം പേരിലാണോ ഫേമസ് ആയത്? അതെ അതെ. അതെ. സ്വന്തം അല്ലേ? സ്വന്തം. സ്വന്തം പേരല്ലല്ലോ. ഓ എന്നല്ല. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓ, അതാണോ ഉദ്ദേശിച്ചത്? ഞാൻ വിചാരിച്ചു വേറൊരാൾ വഴി ഫേമസ് ആയ നെപ്പോട്ടിസമാണോ എന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത റൗണ്ട്. ഫിലിം ഫീൽഡ് മലയാളം ഇൻഡസ്ട്രി ആണോ? അതെ. മരിച്ചു. മരിച്ചു. നീയും മരിച്ചു. നീയും മരിച്ചു. എന്താണ് സച്ചിൻ ചോദിക്കണത്? മരിച്ചു. ഇന്ത്യക്കാരനല്ല. ആ പഞ്ചാബിന് ഇതിന്റെ സ്കോർ നോക്കാൻ പോയതാണ്. പൊളിറ്റിക്സും അല്ല. സ്പോർട്സും പൊളിറ്റിക്സും അല്ല. നീ സ്കൂൾ പിന്നെ? കാര്യങ്ങളിലേക്ക് പൊക്കോ. സ്കൂൾ കാര്യങ്ങളിലേക്ക് പോകും. അത്ര എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. സ്പേസ്, സയൻസ്, ഇവിടെ വാ, ഇവിടെ അത് കഴിഞ്ഞില്ല. ഹിസ്റ്ററി. അതെ അതെ. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്. മാത്സ് ഇതിലൊക്കെ ഉണ്ട്. അതെ. ഞാൻ ചോദിച്ചില്ല. എന്തൊക്കെ ചോദിച്ചേ? സ്പേസ്, സയൻസ്, ഹിസ്റ്ററി. കഴിഞ്ഞു. നന്നായി ചോദിച്ചു. ഹിസ്റ്ററി. ഡെഫിനറ്റ്ലി സ്പേസ് സയൻസ് ഹിസ്റ്ററിയിലുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉണ്ട് ഡെഫിനറ്റ്ലി സയൻസ് ഹിസ്റ്ററിയിലുണ്ട്. നീയോ? പുള്ളി ഈ അടുത്തിറങ്ങിയ ഏതെങ്കിലും പടം അഭിനയിച്ചിട്ട് ഹിറ്റായ പടമാണോ? ഇല്ലില്ല. അല്ല. അല്ല. ഫോമോട്ടോ സ്പേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ? ആണല്ലേ. അതെ കിട്ടി. അതില് 3-4 പേരുണ്ടല്ലോ. ഇനി നമുക്ക് അറിയണമല്ലോ. ഇവരൊക്കെ ഇന്ത്യക്കാരല്ലേ? ഇന്ത്യൻ ഒറിജിനൽ അല്ലല്ലോ. പ്രായം 40 ഇയേഴ്സിന് മേലെയുള്ള ഒരാളാണ്. അല്ല 40 ഇയേഴ്സ് ഇല്ല. 40s ഇല്ല. ഇല്ല 40 ഇയേഴ്സ് ഇല്ല. നീ ഉണ്ടോ? ചിലപ്പോൾ കാണൂല്ലേ? അത്യാവശ്യം ചിലപ്പോൾ കാണും. ഒരു 40 ആയിരിക്കും കറക്റ്റ് 40-ലാണോ? അല്ല ബിലോ 40. ഓ മലയാളിയാണോ? അല്ല നീ ഒരുപാട് ചോദിച്ചില്ലേ? അല്ല ഹിന്ദി ഗായികയാണോ? ഇത് 2 ചോദ്യമുണ്ടോ? സിംഗർ ആണോ എന്ന് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഹിന്ദി. ഹിന്ദി. ഇതിപ്പോ മലയാളി പറഞ്ഞു. അത് നേരത്തെ ചോദിച്ച ചോദ്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ പേടിക്കില്ല, ഞാനില്ല ഇവിടെ.
ആരെല്ലാം ജയിച്ചോ? ഇവൻ കാണുമെന്ന് തോന്നുന്നു. എന്താ കൂടെ പേരുകേട്ട പിടിച്ചിരിക്കുന്നത്? പ്രമുഖ മലയാളം നീ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല ഇല്ല ചോദിച്ചു ചോദിച്ചു. എടാ ഇവൻ പക്ഷെ ഒരു ധാരണയില്ല. ഇവൻ ഓൾറെഡി ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം നമ്മൾ പറഞ്ഞത്, പക്ഷെ അവൻ എപ്പോഴും മറ്റേതിലാണ് നിൽക്കുന്നത് അല്ലേ? നീ അല്ലേ? ഞാനും ആലോചിച്ചു. ഇവൻ ഇടയ്ക്കിടയ്ക്ക് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളാണോ? ഇല്ല 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 ആറ് നിന്റെ അല്ല അല്ല. അത് നീ എന്നോട് ചോദിക്കുന്നേ തന്നെ? നിനക്കിതൊക്കെ ഉണ്ടോ? ആസ്മയോ എന്നോ മുതല് ആണോ? ഞാൻ കണ്ടിട്ടില്ല. നീ അറിയാത്ത കുറെ ഷൈൻ ടോൺ ചാക്കോ അല്ലെന്ന് പറഞ്ഞിട്ട് കുട്ട വലി എന്നോട് പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ ബിഗ് ബോസിലുണ്ടോ? ചുമ്മാ ചോദിക്കട്ടെ, സമയം പോട്ടെ. എന്ത് വെക്കെന്ത് ചോദിച്ചു? ഇപ്പം കത്ത് നിൽക്കുന്ന ആക്ടർ 40 to 50 ഏജിലുള്ള ആളാണ്. അല്ല 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 നിൽക്കുന്ന ആക്ടേഴ്സ് 40 to 50 years ഏജിലുള്ള. എനിക്കിപ്പോ ഒരു എസ് കിട്ടിയായിരുന്നു. ആ എസ്സിൽ ബിൽഡ് ചെയ്ത് പോകും. ഇനി സ്കൂളിൽ പോകും. ഞാൻ സ്കൂളിൽ പോകാതെ സ്പേസ് റിലേറ്റഡ് അല്ല. ബാക്കിയുള്ള രണ്ട് നെപ്പോളിയൻ വല്ലതും ആണോ? ഹിറ്റ്ലർ, നെപ്പോളിയൻ. അല്ല പൊളിറ്റിക്സ് ഇല്ലെന്ന് പറഞ്ഞല്ലേ? നെപ്പോളിയൻ ഒന്നും പൊളിറ്റിക്സ് അല്ല. എന്താ നെപ്പോളിയനൊക്കെ രാജഭരണം എണ്ണീറ്റ് പോടാ. പൊളിറ്റിക്സ് അത് ഒരു ടൈപ്പ് എന്തായാലും പുള്ളിയല്ല. നീ ഏത് ഇൻഡസ്ട്രി ആണോ? അത് ചോദിച്ചു മലയാളമാണോ? നിങ്ങളല്ല, ലീഡർ ഇന്ത്യയിൽ 17 ഇൻഡസ്ട്രി ഉണ്ട്. ഒരു തമിഴ് ആക്ടറാണ്. അല്ല, ഞാൻ പറയട്ടെ സുനിത വില്യംസ് അല്ല. റീസെന്റ് ആയിട്ട് പുള്ളിക്കാരെ സിനിമ ഇറങ്ങി പിന്നെ ഇഷ്ടത്തിന്. പഴയ ഗായികയാണ്. അതെ. ഇപ്പൊ മലയാളം തന്നെയാണോ? അതെ. യെസ്. ഞാൻ വിചാരിച്ചു അതേ ഉടനെ അടുത്ത പറയുന്നു. അടുത്ത പറയാനാ നിന്നത്. ഇനി അഥവാ ബിഗ് ജോസ് ബിഗ് ജോസ് പറഞ്ഞുണ്ട് അങ്ങനത്തെ ഒരു സൂപ്പ് പരിപാടി ഉണ്ട്. ബിലോ 40 ആണോ? അല്ലല്ല ആക്ച്വലി ആണ്. ഞാനല്ലേ? നീ അല്ല. മരിച്ച ആള് ചോദിക്കുക. ഞാൻ മരിച്ചെന്ന് ചോദിച്ചായിരുന്നു. അല്ല അത് കഴിഞ്ഞ് അടുത്ത നീ ചോദിക്കല്ലേ? മെയിലോ ഫീമെയിലോ ചോദിച്ചായിരുന്നല്ലോ. അറിയില്ല. ചോദിച്ചില്ല. ചോദിച്ചില്ലായിരുന്നു. ഞങ്ങൾക്കറിയില്ല. എന്താ? നമുക്കറിയില്ല. ഓ അങ്ങനെ ഓക്കെ ഓക്കെ. ചോദിച്ചതിനുള്ള ഉത്തരങ്ങളാണ് ഞമ്മ പറയുന്നത്. മെയിലാ ഫീമെയിലാ ചോദിച്ചതൊന്നും എനിക്കറിയില്ല. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് ഹിസ്റ്ററി ഹിസ്റ്ററിയിലെ ആൾക്കാർ അറിയപ്പെടും. പക്ഷേ ഫേമസ് ഹിസ്റ്ററിക്ക് വേണ്ടിട്ടല്ല. വരുമല്ലോ മണ്ട. ഹിസ്റ്ററി സബ്ജക്റ്റിലാണ്. ഹിസ്റ്ററി സബ്ജക്ട് ഇല്ല അല്ല. ഒരു ഹിന്ദി നടനാണോ? അല്ല ഞാൻ പറയട്ടെ അല്ല എന്തോ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നടനല്ലോ. അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നടനല്ല. ഹിന്ദിക്കാരെ ഹിന്ദി നടനാണോന്നല്ല നീ ചോദിച്ചേ? ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നടനല്ല.
ഞാൻ പറയട്ടെ കൽപ്പന ചോള. ഞാൻ മിണ്ടല്ലോ. കൽപ്പന ചോള ഇന്ത്യക്കാരി അല്ല അങ്ങനെ പെട്ടെന്ന് അല്ലേ? ആലോചിക്കുന്ന ഒരാളല്ല. ഒരു ഇവിടെ ജനിച്ച അങ്ങോട്ട് ഫൗള് ചോദിച്ചു. നേരത്തെ ചോദിച്ചായിരുന്നു. ആണോന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ അറിയില്ലെന്ന് ഞാൻ എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ നേരെ എന്റെ ഫോൺ തുറന്നപ്പോ നമ്മള് ചുമ്മാ നോക്കൂലേ റിയാക്ഷൻ. ഇരിക്കുന്ന പൊസിഷൻ ഷഫിൾ ചെയ്യാം. അല്ല കൽപ്പന ചോള ഫുൾ ഇന്ത്യൻ അല്ലേ? അറിയാം. ഫുൾ ഇന്ത്യൻ അല്ലേ? ഞാൻ ഒരു അഭിനയിക്കുന്ന നോക്കിയാന്നൊക്കെ പറഞ്ഞു. അവള് ഇന്ത്യൻ അല്ലേ? ഞാൻ ഒരു ക്ലൂ കൊടുത്തു. ഞാനിനി നാസറിയല്ലേ പോയത്? ഇവ ഇന്ന ആളിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. നാസക്കല്ലേ പോയ കൽപ്പന ചോള? നാസിക്ക് പോയെന്ന് പറഞ്ഞ ഇന്ത്യക്കാരനായിക്കൂടെ? അത് ചിലപ്പോ US സിറ്റിസൺ ആയിക്കൂടെ? എന്നുവെച്ചാൽ US സിറ്റിസൺ പക്ഷെ ഇന്ത്യയിൽ ജനിച്ച parents. ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നുണ്ടോ? നീ ഒട്ടും ഞാൻ സ്കൂളിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നീ ഇല്ല നീ സ്കൂളിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അത്. നീ എടാ ഞാൻ സ്കൂളിൽ പഠിക്കുന്നില്ലല്ലോ. അത് കാണാനുണ്ട്. നീ പഠിക്കണം കുറച്ചുകൂടെ. റീസെന്റ് ആയിട്ട് മൂവി ഇറങ്ങിന്നല്ലേ പറഞ്ഞു. ആ മൂവിയുടെ പേരൊക്കെ പറന്ന നീ ആ സിനിമ പേര് പോലും കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്ത് പടങ്ങൾ ചോദിക്കടാ. ഈ പടം അറിയായിരിക്കും. അടക്കളം. അല്ല ആളിനെ അവർക്ക് അറിയാം പക്ഷെ അങ്ങനെ ആലോചിക്കില്ല. അതാ ഈ മനുഷ്യൻ ഏത് ഈ മനുഷ്യൻ നീ അറിയുമ്പോ പക്ഷെ അതെനിക്ക് കിട്ടിക്കാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ലായിരുന്നല്ലോ. ഫോൺ ഇവിടെ അങ്ങനത്തെ ഒരു മനുഷ്യൻ റീസെന്റ് ആയി സിനിമ ഇറങ്ങി പക്ഷെ അത് എന്തുകൂടെ സാധനമൊക്കെയാണ് നിന്റെ സിമ്പിളാ പക്ഷെ നീ ഒരു മിസ്റ്റേക്ക് ചെയ്യുവോ? ഭയങ്കര മിസ്റ്റേക്ക്. എല്ലാ ഇൻഡസ്ട്രിയും ചോദിച്ചു. നീ ആദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് ഉത്തരം നിനക്ക് കിട്ടി. പക്ഷെ നീ അത് നീ അത് ഓർത്ത് വെക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നീ വീണ്ടും സെയിം മിസ്റ്റേക്ക് വരുത്തുക. നീ ഒന്നും കൂടെ ബേസിക്സിലേക്ക് പോ. ബാക്ക് ടു ബേസിക്സ്. സ്റ്റാർട്ട് ചെയ്ത് ആലോചിച്ച് നോക്ക്. പോരാ. അത് കാരണം നീ ഡീവിയേറ്റ് ആയി പോകും. ലീഡ് ആക്ടറാണ് ഇതൊക്കെ ഞാൻ ചോദിച്ചില്ല. ഞാൻ ഓർക്കില്ല അതൊന്നും പറയാൻ പറ്റില്ല. ആയിട്ടുള്ള ആക്ടർ ഞാൻ ഓർക്കാം. വീഡിയോ ഇതെല്ലാം ഇല്ലേ? എല്ലാം ഉണ്ടല്ലോ. നീ വീണ്ടും തെറ്റാ ഇപ്പൊ പറഞ്ഞേ. നീ ഗസ് ചെയ്യണം ചുമ്മാ ഗസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചോദിക്കണ്ട. ഗസ് ചെയ്യാൻ പോലും എനിക്ക് ആരെങ്കിലും നീ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇല്ലേ ഇന്നതാണോ എങ്ങനെ ഫേമസ് ആയി ഇങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഗസ് ചെയ്യും. ഇതിപ്പോ ഞാൻ ലാസ്റ്റ് പെട്ടില്ലേ, മരിച്ചു. ഫീമെയിൽ അല്ല എനിക്കും അറിയില്ല. ഹിസ്റ്ററിയിലല്ല, ജോഗ്രഫി ജോഗ്രഫിയിലും പഠിച്ചിട്ടില്ല. അല്ലാതെ ഹിസ്റ്ററിയാണ്, പക്ഷെ ഹിസ്റ്ററി സബ്ജക്ട് അല്ല. ഹിസ്റ്ററി സബ്ജക്റ്റ് ആണ് ചോദിച്ചത്. അറിയപ്പെടുന്നത് ഹിസ്റ്ററിയിലല്ല. കിരൺ എന്തെങ്കിലും ചോദിക്കടാ. ഒരാൾ മരിച്ചെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററിയിലാവുമല്ലോ. അപ്പൊ അല്ല, നീ വായിക്കില്ല. ആ സബ്ജക്റ്റിൽ നീ വായിക്കില്ല. അവൻ ആ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കിട്ട് വേണ്ടേ എന്തേലും ഒന്ന് കാണാൻ. ഡയറക്ഷൻ ചെയ്യാറുണ്ട്. ഇല്ലില്ല, പുള്ളിക്ക് ഗൂഗിൾ മാപ്പിൽ പോലെ ഡയറക്ഷൻ നോക്കാൻ അറിയില്ല. പുള്ളിക്ക് ഗൂഗിൾ മാപ്പിൽ ജീവനോടുണ്ടോ? ഇല്ല. ഇല്ല അത് പറ. പുള്ളി മരിച്ചപ്പോ പുള്ളിക്ക് 40 വയസ്സായിരുന്നു. പോടാ മണ്ട. നീ പറ. സയന്റിസ്റ്റ് ആണോ? യെസ് യെസ് യെസ്. എനിക്ക് ആകെ ന്യൂട്ടനെ മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് ന്യൂട്ടനെ മാത്രമേ അറിയൂ. ഞാൻ പറഞ്ഞത് ആപ്പിളിന്റെ പറയാൻ പോത്തുള്ളൂ. തോമസ്